ഷാജി കൈലാസിൻ്റെ വരവ് കണ്ടു. അപ്പോൾ വരവിനെ കുറിച്ച് നമുക്ക് 4 വാക്ക് പറയാനുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചെന്ന് ചിലപ്പോൾ മോശം എന്ന് പറയാം, നല്ലതെന്ന് പറയാം. എൻ്റെ പൈസ കൊടുത്ത് കണ്ട കാരണം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാത്രം. ജോജു, മുരളി ഗോപി, ബൈജു, അതുപോലെ തന്നെ ഷമ്മി തിലകൻ്റെ മകൻ ബാബുരാജ്, വാണി വിശ്വനാഥ്, അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളും പിന്നെയും ആർട്ടിസ്റ്റുകളൊക്കെ ഇതിലുണ്ട്. ഈ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി കൈലാസിൻ്റെ ഒരു മേജിക്കാണ്. ഷാജി കൈലാസിൻ്റെ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? 4 ഫൈറ്റ്, അസല് 4 ഡയലോഗ്, അതുപോലെ തന്നെ കുറേ വില കൂടിയ കാറുകൾ, കുറേ കാറുകൾ കത്തിക്കുക, കുറേ ആളുകൾ മറിച്ചിടുക, കുറേ എക്സ്പ്ലോഷന്മാരെ പോലെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പടത്തിൽ ചേരുംപടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം പോലും തിയേറ്ററിൽ ഇരുന്നിട്ട് ബോറടി എന്ന് പറയാനായിട്ടില്ല. അത്ര ഫാസ്റ്റായിട്ട് പടം പോണത്. ഒരൊറ്റ സീൻ പോലും ആവശ്യമില്ലാത്ത കുത്തി കയറ്റിയിട്ടുമില്ല, ആവശ്യമില്ലാത്ത എഡിറ്റിങ് ചെയ്തിട്ട് നശിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ത്രില്ലിങ്ങിൽ കണ്ടിരിക്കാൻ പറ്റാവുന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അതുപോലെ തന്നെ ജോജുവിൻ്റെ കിൻഡൽ കണക്കിലുള്ള ഇടിയും, അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് വളരെ 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 ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും പടം പിടിച്ചു എന്ന് നമ്മൾ പറയില്ല. ചിലപ്പോൾ ഇതിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, ത്രില്ലിങ് വേണം, എല്ലാം ഉണ്ട് ഇതിൽ. കോമഡി മാത്രമില്ല. കോമഡി കളിക്കാനുള്ള ഒരു സ്പേസ് ഈ പടത്തിലില്ല. കോമഡി കാണിച്ചു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ലാലേട്ടനെ ഒരു മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറൊക്കെ ആക്കിയത് ഷാജി കൈലാസിൻ്റെ വലിയൊരു കൈയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേജിക്ക് ജോജുവിൻ്റെ പടത്തിൽ മൂപ്പര് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാണി വിശ്വനാഥ് നമുക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു IG-യുടെ റോളിൽ കണ്ടു. നല്ലൊരു കഥാപാത്രമാണ്, നല്ല രസമായിട്ടുണ്ട്. കുറച്ചുള്ളെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരു ഗുഡ് സല്യൂട്ട് കൊടുക്കാം. ഇനി സിനിമയിൽ അഭിനയിക്കണം. ബാബുരാജ് നല്ല അസല് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിനി മുരളി ഗോപിയോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ കഥ എഴുത്തൊക്കെ നിർത്തുക. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അതുപോലെ നല്ലൊരു അച്ഛൻ്റെ നല്ലൊരു മകനാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളിതുപോലെയുള്ള പടങ്ങളിൽ അഭിനയിക്കുക, ക്യാരക്ടർ റോളിൽ അഭിനയിക്കുക. വില്ലൻ റോള് കുറച്ച് മാറ്റി നിർത്താൻ നല്ലത്. വില്ലൻ റോള് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് അണങ്ങില്ല. നിങ്ങൾ നല്ല ക്യാരക്ടർ റോള് ചെയ്യുന്ന നല്ലൊരു നടനാണ്. പിന്നെ ജോജുവിനോട് പറയാനുള്ളത്, ജോജുവിനൊരു പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ വലിയൊരു കാര്യമൊന്നും ഇതിൽ കാണാനായിട്ട് ഞാൻ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജുവിൻ്റെ ഇതിന് മുമ്പ് പടങ്ങൾ കണ്ട്, പണി, ജോസഫ്, മറിയം, ഇങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ആ പടങ്ങളിലെ ഒരു തനിയാവർത്തനാണ് മൂപ്പരെ അഭിനയത്തിലുള്ളത്. അഭിനയത്തിലാണ് നമ്മൾ പറയുന്നത്, വേറെ ഒന്നല്ല. അഭിനയം ഇങ്ങനെ മുന്നോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫൈറ്റും മറ്റുള്ള കാര്യങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴേ പറയുന്നത്. നിങ്ങൾക്ക് ട്രാക്ക് മാറിൻ്റെ സമയമായി. നിങ്ങളിനി അധികം ഇങ്ങനെയുള്ള ഇടിപ്പടങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മടുപ്പ് വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പോലെ നമ്മൾക്ക് ജോജുവിനെ കാണാനായിട്ട് ഇഷ്ടമില്ല. ജോജു ഒരു നല്ലൊരു നടനാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ റോളായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്നെനിക്കൊരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അശോകൻ്റെ മകൻ ഹരിശ്രീ അശോകൻ്റെ മകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നിൽക്കുക നിങ്ങൾക്ക് നല്ലത്. കാരണം വെച്ചാൽ നിങ്ങളൊരു നായകനായി കഴിഞ്ഞാൽ നിങ്ങളുടെ തോളിലാണ് ആ സിനിമയുടെ മൊത്തം ഭാരം, ഫൈനാൻസും ഒക്കെ നിങ്ങളുടെ തലയിലായിരിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് നടക്കില്ല. പടങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. നിങ്ങളുടെ വാൾ പോസ്റ്റ് കണ്ട പടത്തിന് ആൾ കയറിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടർ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വലിയ ബാധ്യതയൊന്നും ഉണ്ടാവില്ല. അന്നൊരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനും പറ്റാവുന്ന ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫൈറ്റിൻ്റെ കൊറിയോഗ്രാഫി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റിൽ എന്തോ നമുക്കൊരു ആക്ടിവിറ്റി, നമുക്കൊരു ഇത് പറയില്ലേ, നമുക്ക് ഒരു കൃത്രിമത്വം എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ ഒരു കൃത്രിമത്വം ഇതിൽ നമുക്ക് അനുഭവപ്പെട്ടു. ഫൈറ്റിൽ എന്ത് ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായുള്ള ഒരു രൂക്ഷത ഉണ്ട് ഫൈറ്റിലുണ്ടെങ്കിലും നമുക്കതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റാണ് നമ്മൾ ഏറ്റവും അധികം ജോജുവിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചത്. ആ ഫൈറ്റ് പോരാ എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്നിരുന്നാലും ടോട്ടൽ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ തന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കാനായിട്ട് സമയം തരാത്ത രീതിയിൽ മൂപ്പര് ഗംഭീര ഡയലോഗാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഗംഭീര ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രമാണ് ഡയലോഗുള്ളൂ. അതൊക്കെ നല്ല അസൽ ഡയലോഗ്സാണ്. അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോഗ്രാഫി, ക്യാമറ, എന്താ ആംഗിൾ എന്ന് അറിയാം. ഒരു സീൻ എടുക്കുമ്പോൾ ആ സീന് വെക്കാവുന്ന രീതിയിലുള്ളൊരു ക്യാമറയുണ്ട്. അതിൻ്റെ ഫോഷായിട്ടിരുന്ന് നമുക്ക് കാണാൻ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു
ക്ലാരിറ്റി, അതിൻ്റെ ഒരു പെർഫെക്ഷൻ, ക്യാമറമാന് പ്രത്യേക അഭിനന്ദനമുണ്ട്. അത് ഷാജി കൈലാസിൻ്റെ പടത്തിൽ അങ്ങനെയാണ് ക്യാമറ വയ്ക്കുള്ള മൂപ്പര് ഒരു ക്യാമറമാനേക്കാളും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് ക്യാമറയുടെ കാര്യത്തിൽ ഷാജി കൈലാസാണ്. ഷാജി കൈലാസ് ഇപ്പോഴും എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാലും മൂപ്പരെ പ്രതിഭ തീർന്നിട്ടില്ല കേട്ടോ. മൂപ്പര് ഇപ്പോഴും നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാജി കൈലാസിന് ബെസ്റ്റ് ഒരു ഇതിനെ പറ്റിയുള്ള ഒരു അഭിനന്ദനം പ്രത്യേകിച്ച് നമുക്ക് കൊടുക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാണ്ട് നിങ്ങളൊരു സിനിമ അത്രയും ഫാസ്റ്റായിട്ട് ഒരു സിനിമ ചെയ്ത് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്നത് നല്ലൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു വലിയൊരു ന്യൂനതകളൊന്നല്ല, അതൊക്കെ എല്ലാ പടത്തിലുള്ളതാണ്. അതൊന്നും ഒരു വിഷയമാക്കണ്ട. ധൈര്യമായിട്ട് എന്നെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഈ പടം കയറി കാണാം, ഒരു നഷ്ടമില്ല. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പലരും മോശം റിവ്യൂ ചെയ്താൽ അതൊന്നും ഈ സിനിമേനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു 150 രൂപ കൊടുത്ത എൻ്റർടൈൻമെൻറ്റ് വേണം, ത്രില്ലിങ് വേണം, ട്വിസ്റ്റുകൾ വേണം, എല്ലാം ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരവ് പോയി കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വരവിൻ്റെ റിവ്യൂ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. നന്ദി.